Say you'll stay with me forever. Say you'll be my only love. We can make it through whatever. Say you'll be my only love. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപര നീ കൊണ്ടെൻ്റെ ഉള്ളം നന്നെ നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നി ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നി. മതി. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലാണമേ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, രാജ്യശക്തി പറയുമേ എനിക്ക് സമാധാനം.
It changes who I am. I am undone. Nothing God wants again. Oh, I can't believe it's true. Sometimes. കർത്താവാണ് എൻ്റെ ഇടയൻ, ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പറ്റി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിലവിലുള്ള താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ എനിക്ക് വിരുന്ന് നിൽക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പിതാവിന്റെയും തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്നറിഞ്ഞു മതിമേ സൃഷ്ടി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ തീക്കപ്പെടാവുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ അമ്മ ഈശ്വരൻ തീക്കപ്പെടാനാകുന്നു. പിതാവിന്റെ പരിശുദ്ധാത്മാനുസ്തുതി.
ഞങ്ങൾക്കുള്ള കടം സകലം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനായ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകല്ല ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലും നയിക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നോട് ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. അത്യുന്നതായ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും
അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നീ സ്തുതികൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വജനമായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പ്രവാദപുരുഷായുമായ സർവ്വേശ്വരായ എന്നേക്കും ആമേൻ.
ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ നിങ്ങൾ ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാര്യത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മൗനമായി നിന്ന് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിൽ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നവവധൂവരന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് സന്തോഷിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന ഒരു ദിവസമാണ്. സ്വർഗത്തിലെ സർവ്വമാലാഖമാരും സർവ്വസൈന്യങ്ങളോടും കൂടെ ഇന്ന് ജോണിയുടെയും എലിസബത്തിൻ്റെയും ചുറ്റും നിന്ന് നിങ്ങളെ പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ അവർ തയ്യാറായി നിൽക്കുന്നു. നിങ്ങളുടെ പുറകിൽ ഭൂവാസികളായ നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ അവരും അണിനിരന്നിരിക്കുന്നു ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ. ഈ മനോഹരമായ സുദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്.
തിരുവചനത്തിൽ നാം കാണുന്നു, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഒരേ ആത്മാവും ഒരേ ശരീരവുമായി തീരേണ്ട നിങ്ങൾ എവിടെയാണ് ഇതിനുള്ള മാതൃക കണ്ടെത്തേണ്ടത്? വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാതൃകയാണ്, ആ കുടുംബത്തിൻ്റെ മാതൃകയാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത്. വിശുദ്ധ യോസേഫ് പിതാവിലേക്ക്, പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സർവ മഹത്വവും അതെപ്രകാരമാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിൻ്റെ ആ സർവ്വതും നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെയാണ് മാതൃക, ആ തിരുക്കുടുംബത്തിൻ്റെ മാതൃക. ആ തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അവിടെ ഉണ്ടായിരുന്ന സഹനങ്ങൾ, അവർ അനുഭവിച്ച ക്ലേശങ്ങൾ, അവർ അനുഭവിച്ച ദൈവാനുഗ്രഹങ്ങൾ, ഇവയെല്ലാം അവർ എപ്രകാരം സ്വീകരിച്ചു, എങ്ങനെ ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചു എന്ന് നമ്മൾ ധ്യാനം ചെയ്യണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കരം പിടിച്ച് കയറാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കൺമിഴികളെ പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ആയിരിക്കും. എന്താ കൃഷ്ണമണിയുടെ പ്രത്യേകത? രണ്ട് കണ്ണുള്ള നമുക്കെല്ലാവർക്കും കൃഷ്ണമണി എങ്ങനെയാണ് ചലിക്കുന്നതെന്നറിയാം. വലത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഒരു കൃഷ്ണമണി കൊണ്ടാണോ വലത്തേക്ക് നോക്കുക? വലത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കൃഷ്ണമണികൾ ഒരുപോലെ വലത്തേക്ക് ചലിക്കും. ഇടത്തേക്ക് നോക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ രണ്ട് കൃഷ്ണമണികളും ഒരുപോലെ ഇടത്തേക്ക് ചലിക്കും. നേരെ നോക്കുമ്പോൾ രണ്ട് കൃഷ്ണമണികളും കണ്ണിന്റെ നടുക്ക് വന്ന് അങ്ങനെ നിൽക്കും. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നിങ്ങൾ ഈ കൃഷ്ണമണികളെ പോലെ ആവണം. ഒരുപോലെ ചിന്തിക്കാൻ, ഒരേ കണ്ടുകൊണ്ട് കാണാൻ, നിങ്ങളുടെ ജീവിതം ആ ഒത്തൊരുമയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങളെപ്പോഴും പരിശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും ഒത്തിരിയേറെ സ്വീകരിച്ചവരാണ്, ഇവിടെ നിന്നും പറന്നു ഉയരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണോ നിങ്ങൾ രണ്ടുപേരും? ഒരു ചിറക് കൊണ്ട് പക്ഷി പറക്കാൻ നോക്കിയാൽ മുകളിലേക്ക് ഉയരില്ല. രണ്ട് ചിറകുകളും കൂട്ടി പ്രവർത്തിപ്പിക്കുമ്പോഴാണ്, ചിറകടിക്കുമ്പോഴാണ് ഉയരങ്ങളിലേക്ക് പറക്കാനാവുക. ജോണി തന്നെ വിചാരിക്കരുത് ഞാൻ തന്നെ അങ്ങ് ഉയർന്നു കളയാമെന്ന്. എലിസബത്തും അങ്ങനെ വിചാരിക്കരുത് ഞാൻ തന്നെ ഉയർന്നേക്കാമെന്ന്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പക്ഷിയുടെ ചിറകുകൾ പോലെ, രണ്ട് ചിറകുകൾ പോലെ രണ്ടുപേരും കൂട്ടി ചിറകടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഉയരങ്ങളിലേക്ക് പറന്നു വരാൻ കഴിയും. ഒന്നല്ല, രണ്ടല്ല, നിങ്ങൾ ഒന്നാണ്. ഒരു ഹൃദയവും ഒരു മനസ്സും ഒരു ശരീരവുമായി നിങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ഓർക്കുക. നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഒരാൾ തന്നെ ഇരുന്ന് കരഞ്ഞാൽ പോരാ. നമ്മുടെ കണ്ണുകൾ ഈർന്നണിയുമ്പോൾ, കണ്ണുനീരൊഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കണ്ണിൽ നിന്നാണോ കണ്ണീര് വരുന്നത്? രണ്ട് കണ്ണുകളിൽ നിന്നും ഒരുപോലെ കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീഴും. ഏതെങ്കിലും ഒരു കണ്ണിൽ മാത്രമാണെങ്കിൽ എന്തോ തകരാറുണ്ട് എന്നാണ് നാം കാണേണ്ടത്. നിങ്ങൾ രണ്ടുപേരുടെയും ദുഃഖങ്ങൾ, ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ മറ്റവൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ദുഃഖം ഭർത്താവിൻ്റെ ദുഃഖമായി മാറണം, ഭർത്താവിൻ്റെ ദുഃഖം ഭാര്യയുടെ ദുഃഖമായി മാറണം. അതാണ് ഹൃദയത്തിൻ്റെ ഒരുമ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹൃദയവും ഒരു മനസ്സും ഒരാത്മാവുമായി
മുന്നോട്ട് പോകുവാനുള്ള ഒരു വിളിയാണ് ഇന്ന് വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. ഭാഷ ഒന്നാവണം. നിങ്ങൾ ഒരാൾ പറയുന്ന ഭാഷ വേറൊരാൾക്ക് മനസ്സിലാകാത്ത വിധത്തിലാവരുത്. ഒരുപക്ഷെ എലിസബത്ത് തെലുങ്ക് പറയുമായിരിക്കും, ജോണിക്ക് തെലുങ്ക് അറിയത്തില്ലായിരിക്കും. ജോണി എപ്പോൾ കൊങ്ങിണിയോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഏതെങ്കിലും ഭാഷ സംസാരിക്കുമ്പോൾ എലിസബത്തിന് മനസ്സിലാകാതെ വരുന്ന വിധത്തിൽ ആവരുത്. ഭാഷ നാം സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് നമ്മുടെ ഹൃദയ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ, അത് നിങ്ങൾ പരസ്പരം കൈമാറാൻ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ ഭാഷ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാകണം. ആ ഹൃദയത്തിൻ്റെ ഭാഷ ദൈവത്തിൻ്റെ ഭാഷയാണ്. അത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകും. ഏത് ദേശത്ത് വസിക്കുന്നവർക്കും ആ ഭാഷ മനസ്സിലാകും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയുക. ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരിടത്തു നിന്നാണ് വരുന്നത്. ഒരാശ്രമത്തിൽ അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ ഭാഷക്കാരുമുണ്ട്, എല്ലാ ജാതിക്കാരുമുണ്ട്. പക്ഷേ ഞങ്ങൾക്കവിടെ ഭാഷ ഒരു തടസ്സമായി നിൽക്കാറില്ല. കാരണം ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ അതെല്ലാവർക്കും മനസ്സിലാകും. സ്നേഹത്തോടെയുള്ള ഒരു സാമീപ്യം, ഒരു തലോടൽ, ഒരു അംഗീകാരം, ഒരു പരിഗണന, സ്നേഹത്തോടെ വെച്ച് വിളമ്പി കൊടുക്കുന്ന ആഹാരം, ഇതിനൊക്കെ ഒത്തിരിയേറെ രുചിയുണ്ട്, ഒത്തിരിയേറെ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഭാഷ നിങ്ങൾ മനസ്സിലാക്കുക. ഈ സ്നേഹത്തിൻ്റെ ഭാഷ ദൈവത്തിൻ്റെ ഭാഷയാണ്. ആ ദൈവഭാഷ മനസ്സിലാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഈ വിവാഹ ജീവിതത്തിൽ ഒത്തിരിയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പങ്കുവയ്ക്കുവാനും അനുഭവിക്കുവാനും ഇടവരട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായി നിങ്ങളോട് ചെറിയൊരു ഉപദേശം. ബൈബിളിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ മാതാപിതാക്കളെ വിട്ട്, സ്ത്രീയോട് പറയുന്നു, നീ മാതാപിതാക്കളെ വിട്ട് പുരുഷനോട് ചേരും. ഇനി മുതൽ നിങ്ങൾ ഒരു ശരീരവും ഒരു മനസ്സും ആയിത്തീരും. അപ്പോൾ വിടുക എന്ന് പറയുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രമാത്രം ദൈവം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വിടിയിലായിരിക്കുന്നത്. പലരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിന് ഒരതിരുമില്ലാത്ത, പരിധിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്ന വിടലെന്ന് പറയുന്നത്. അവരെ വിട്ട് പോരുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസുണ്ട്, തീർച്ചയായിട്ടും അതുണ്ടാവണം, അതുണ്ട്. എന്നാൽ അവരെ വെറുത്തുപേക്ഷിച്ച്, അവരെ വേദനിപ്പിച്ച് പോവുക എന്നുള്ളതല്ല അതിനർത്ഥം. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഹിതമറിയാൻ പരിശ്രമിക്കണമെന്നുകൂടെ ഒരു കാര്യമുണ്ട്. ആരുടെ ഹിതമാണ് ആദ്യം അറിയേണ്ടത്? ഭാര്യ ഭർത്താവിൻ്റെ ഹിതമാണോ ആദ്യം അറിയേണ്ടത്? അറിയണം. ഭാര്യ ഭർത്താവിൻ്റെ ഹിതം അറിയണം, ഭർത്താവ് ഭാര്യയുടെ ഹിതം അറിയണം. പക്ഷേ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട ഹിതം ദൈവത്തിൻ്റെ ഹിതമാണ്. ഇത് ദൈവത്തിന് ഇഷ്ടമാണോ? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ ഇപ്രകാരമാണോ ഇവളെ നോക്കേണ്ടത്, ഇവനെ നോക്കേണ്ടത്, ഇവളോട് ഇപ്രകാരമാണോ പ്രവർത്തിക്കേണ്ടത് എന്ന ചിന്ത നമ്മളെപ്പോഴും നയിക്കണം. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം നമ്മളെ നയിക്കുന്ന വഴികളിലൂടെ നമ്മൾ നടക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരിക്കലും മാതാപിതാക്കളെ വെറുത്തുപേക്ഷിക്കാൻ, അവരെ ഉപേക്ഷിച്ചിട്ട് മുന്നേറാൻ കഴിയില്ല. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. വളരെ ഉന്നതിയിലേക്ക് ചേർന്ന, സാമ്പത്തികമായി സ്ഥാനമാനങ്ങളിലൊക്കെ ഉന്നത സ്ഥാനം എത്തിച്ചേർന്ന ഒരു മകൻ ഒറ്റക്കണ്ണുള്ള തൻ്റെ അമ്മയെക്കുറിച്ച് വളരെ താഴ്ന്ന രീതിയിൽ ചിന്തിക്കുവാനായിട്ട് ഇടവരുന്നു.
അവൻ്റെ സുഹൃത്തുക്കളുടെ മുൻപിൽ ഇത് തൻ്റെ അമ്മയാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള അവൻ സുഹൃത്തുക്കളോടൊക്കെ പറയും ഇതെൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് എന്ന് പറഞ്ഞ് അവനിങ്ങനെ അമ്മയെ കൂടെ താമസിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം അവൻ ആ സത്യം മനസ്സിലാക്കുകയാണ്. ചെറുപ്പത്തിലുണ്ടായ ഒരു അപകടത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട തനിക്ക് ഇവനൊരു കുറവും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മ തൻ്റെ സ്വന്തം കണ്ണ് മകന് ചുഴന്നു കൊടുത്തതാണ്. ഈ വിവരം അറിയുമ്പോഴാണ് അവൻ്റെ ഹൃദയം തകരുകയും ആ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ മാപ്പപേക്ഷിക്കുകയും ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുക, അമ്മയുടെ കണ്ണിലെ മുറിവിൽ നിന്നാണ് എനിക്ക് ഈ വെളിച്ചം ലഭിച്ചിരിക്കുന്നത് എന്ന ചിന്ത. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിയ കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെയായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്വന്തമായി കരുതണം. കണ്ണിലെ കൃഷ്ണമണി പോലെ എപ്പോഴും കാണണം, കാത്തുകൊള്ളണം. അവരെ ഉപേക്ഷിച്ച് കളയരുത്. എനിക്കറിയാം എലിസബത്ത് ഒരിക്കലും ആ വിധത്തിൽ ചെയ്യുമെന്ന് തോന്നില്ല. കഴിഞ്ഞ 10-15 വർഷങ്ങളായി പരിചയമുള്ള ജോർജിയേട്ടനെയും സാൽ ചേച്ചിയും ഒന്നും ഉപേക്ഷിച്ച് കളയാൻ എലിസബത്തിനാവില്ല. കാരണം അത്രമാത്രം സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ അംഗമാണ്. അതുപോലെ തന്നെ ജോഡിയുമായിരിക്കും എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ സ്നേഹം എപ്പോഴും കാത്തുകൊള്ളണം. നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയുമാണ് രണ്ടുപേരും, രണ്ടു കൂട്ടരുടെയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുവാൻ. ഇതിനി കൂട്ടിക്കെട്ടിയൊരു ബന്ധമല്ല. ഈ വിവാഹത്തിൽ രണ്ട് വ്യക്തികൾ കൂട്ടിക്കെട്ടുന്നതല്ല, ഇത് ഇഴ ചേർക്കുന്നതാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ബന്ധമല്ല ഇത്, ഇഴ ചേർത്ത തുന്നിച്ചേർക്കുന്ന ബന്ധമാവണം. കൂട്ടിക്കെട്ടിയാൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, മുഴയുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇഴ ചേർത്ത് പിരിക്കണം. നിങ്ങൾ സ്വന്തമാണെന്ന് മനസ്സിലാക്കണം. സ്വന്തം എന്ന പോലെ പരസ്പരം സ്നേഹിക്കാൻ, രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുക, രണ്ട് കുടുംബങ്ങൾ സ്നേഹിക്കുക, മാത്രമല്ല രണ്ട് ദേശങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ഒരുമിച്ച് ഇഴ ചേർക്കുന്ന സന്ദർഭമാണിത്, വിവാഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നും എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യമാണ് അവരുടെ എല്ലാ കുറവുകളെയും പരിഹരിച്ചത് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക. ദൈവമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്, ദൈവമില്ലെങ്കിൽ നാം ഒന്നുമല്ല, നമുക്കൊന്നുമില്ല. ദൈവപരിപാലനയെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ, അതിലൂടെ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ, നിങ്ങളുടെ കുടുംബജീവിതം വിശുദ്ധമായി തീരാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മനവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയകൃതനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ.
സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെല്ലാ ജീവിതവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണ്ണ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുധർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. പ്രിയ സഹോദരരെ, വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദി പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നെ ചൊരിയണമേ. പിതാവും പുത്രനും മൃവാദുശായുമായ സർവേശ്വരായ എന്നേക്കും. ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. മനസ്സിന്റെ ഐക്യത്തോടും സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ സ്നേഹത്തിൽ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ,
ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആകാശത്തെ നക്ഷത്രങ്ങളാലും ഭൂമിയെ പുഷ്പങ്ങളാലും കിരീടമണിയിച്ച പിതാവായ ദൈവമേ, തിരുസഭയാകുന്ന മണവാട്ടിയെ കാവൽത്തായും ശ്രീവായാകുന്ന മഹത്വത്തിന്റെ കിരീടത്താൽ അലങ്കരിച്ച പുത്രനായ ദൈവമേ,
സെഹിയോൻ ഊട്ടുശാലയിൽ തീനാമങ്ങളുടെ രൂപത്തിലാഗതനായി മർത്തുമറിയത്തെയും ശ്രീകന്മാരെയും കിരീടമണിയിച്ച പരിശുദ്ധ റൂഹായായ ദൈവമേ, സ്വർഗീയ പ്രതീകമായ ഈ ഭൗമിക കിരീടങ്ങൾ ആശീർവദിക്കണമേ. നിന്റെ സമാധാനത്തിന്റെയും ശാന്തതയുടെയും രത്നങ്ങൾ ഈ കിരീടങ്ങളിൽ നീ അലങ്കാരമായി തീർക്കണമേ. ഈ കിരീടങ്ങൾ അണിയുന്നവർ ദൈവപുത്രന്റെ ഉന്നത കിരീടത്തിന്റെ ശാശ്വത അവകാശികളായി തീരുകയും ദൈവമക്കൾക്ക് അനുയോജ്യമായ ജീവിതത്തിലൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, പരിശുദ്ധ റൂഹായാൽ നീ വധുവായി സ്വീകരിച്ച സഭയ്ക്ക് മഹത്വപൂർണമായ മണവറ നിർമ്മിച്ച മിശിഹായെ, നിന്റെ ആരാധകനായ ഈ മണവാളനെ പ്രഭയുടെ കിരീടം ധരിപ്പിക്കണമേ. ഇവന്റെ ശിരസിൽ അണിയിക്കപ്പെടുന്ന ഈ കിരീടം ഇവന് നന്മയ്ക്കും ശോഭയ്ക്കും സൽപ്പേരിനും കാരണമായി തീരട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, നീതിയുടെ സൽപ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഇവനെ യോഗ്യനാക്കണമേ. നിന്റെ വചനങ്ങൾ ഇവന്റെ പാതയിൽ പ്രകാശവും വഴികാട്ടിയുമായിരിക്കട്ടെ. ഇവനെയും മണവാട്ടിയെയും പരസ്പര സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർത്തണമേ. ഇന്നു മുതൽ എന്നേക്കും ഇവൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും അവിടുന്ന് അവനെ മഹത്വവും പ്രഭയും അണിയിച്ചു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, സകല സഹായങ്ങളും സൗഭാഗ്യം കൊണ്ട് നിന്റെ മണവാട്ടിയായ സഭയെ മുടിച്ചുപിടിച്ച സ്വർഗീയ മണവാള, നിന്റെ അനുഗ്രഹത്താൽ ഈ മണവാട്ടിയെ മകുടമണിയിക്കണമേ. മണവാളിനെ എതിരേൽക്കാൻ വിളക്കുമേന്തി പുറപ്പെട്ട വിവേകവതികളായ കന്യകമാരെ പോലെ ഇവളെയും ആക്കുകയും നിന്റെ സുവിശേഷത്തിൽ നിന്റെ സ്നേഹിതർക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട മഹനീയ ഭാഗ്യങ്ങൾക്ക് യോഗ്യരാക്കുകയും ചെയ്യണമേ. കിരീടമണിയുന്ന ഈ മണവാട്ടിയെ ആന്തരികമായ അഴകാലും വിശുദ്ധിയുടെ പരിമളത്താലും പൂരിതയാക്കണമേ. ഇവരുടെ മണവാളിനെയും ഇവൾ പ്രവേശിക്കുന്ന ഭവനത്തെയും ഇവളുടെ ബന്ധുമിത്രങ്ങളെയും സുഹൃത്തുക്കളെയും ആശീർവദിക്കുകയും ഇന്നു മുതൽ എന്നേക്കും ഇവൾ പിതാവിനും പുത്രനും റുവാദുകുരിശായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും അവൻ സഭയുടെ ശിരസ്സാകുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർ നിയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാപനാശീർവാദത്തിന് മുമ്പ് ഒരു വാക്ക് നന്ദി പറയുകയാണ്. മംഗളകരമായ ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന 2 വൈദികരെ കുറച്ച് പേർക്ക് മാത്രമേ പരിചയമുള്ളൂ. ബഹുമാനപ്പെട്ട നല്ല മനോഹരമായ ഒരു പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛന് ഹൈദരാബാദ് സിറ്റിയിൽ വലിയ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്ന ഒരു വൈദികനാണ്. 100 കണക്കിന് ജാതിമത ഭേദമന്യുള്ള അഗതികളെ എടുത്ത് സംരക്ഷിക്കുന്ന വലിയൊരു ശുശ്രൂഷ നൽകിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ വലിയൊരു ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വൈദികനാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ച തോമസ് അച്ഛൻ കല്ലീരിലച്ഛൻ ഹൈദരാബാദിൽ രാജേന്ദ്ര നഗർ സീറോ മലബാർ ഇടവകയുടെ വികാരിയച്ഛനാണ്. ഈ 2 അച്ഛന്മാരും നമ്മുടെ സഹോദരന്മാരെ ആ നാട്ടിൽ ആയിരിക്കുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും പരിപാലിക്കുകയും സ്നേഹത്തോടുകൂടി അവരുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന 2 ശ്രേഷ്ഠരായ വൈദികരാണ്. അവർക്ക് ഞങ്ങളുടെ കുടുംബത്തോടുള്ള വലിയ സ്നേഹത്താലാണ് ഇത്രമാത്രം യാത്ര ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയതും ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ മക്കളെ ആശീർവദിക്കുകയും ചെയ്തത്. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഈ അച്ഛന്മാരോട് 2 പേരോടും പ്രത്യേകിച്ച് ആ വലിയ നഗരത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന പരിപാലനത്തിന് പേരിലും ഇന്നിവിടെ വന്നതിൻ്റെ പേരിലും പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആശ്രമ ദേവാലയം തിരുവനന്തപുരം ഹൃദയഭാഗത്തുള്ള സുന്ദരമായ 120ഓളം വർഷം പഴക്കമുള്ള ഈ ആശ്രമ ദേവാലയത്തിൽ നമുക്ക് ഈ വിവാഹം ആശീർവദിക്കാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹമാണ്. ഈ ആശ്രമത്തിൻ്റെ ആശ്രമശ്രേഷ്ഠനെയും പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റുമാനൂർ രത്നഗിരി ഇടവകാംഗമായ ആലക്കുഴിയച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വധുവരന്മാർക്ക് 2 പേർക്കും നവ ദമ്പതിമാർ 2 പേർക്കും നിങ്ങളൊരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുകയും ചെയ്യും. വീരവോടു
ദിവസമുയർത്തിക്കും നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരവിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായ നാം
Good afternoon to all. So, as we all know, we are gathered here for the wedding ceremony of our Lichi Chichi and Johnny Chetan. Hearty congratulations to you both. ആദ്യം തന്നെ ജോണി ചേട്ടൻ്റെ അമ്മേനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻറ്റി പ്ലീസ് കം ടു ദ സ്റ്റേജ്. Now let's invite the parents of bride, Elizabeth, George and Sally, brother Binune. സോ ഇനി ഞാൻ ഇവരുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഗ്രൂം ജോണി ചേട്ടൻ. സോ ജോണി ചേട്ടൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ സീനിയർ ഡിസൈനറായി ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തതായി ലിച്ചി ചേച്ചി, ഞങ്ങൾ പെറ്റ് നെയിമാണ് ലിച്ചി ചേച്ചി. ചേച്ചിയുടെ ഒഫീഷ്യൽ നെയിം എലിസബത്ത്. ചേച്ചിയും സീനിയർ ഗ്രാഫിക് ഡിസൈനറായിട്ട് ഹൈദരാബാദിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അടുത്തതായി ജോണി ചേട്ടൻ്റെ അമ്മ നിമി ആൻറ്റി ബഹ്റൈനിൽ നേവി ബേസിൽ വർക്ക് ചെയ്യുവാണ്. അടുത്തതായി ഞങ്ങളുടെ ജോർജ് പപ്പ ഒരു MNCയിൽ ചീഫ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തതായി സാലി ആൻറ്റി NIRDയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബിനു ചേട്ടൻ UK ഹയർ സ്റ്റഡീസ് പഠിക്കുന്നു, ലീവിന് വന്നതാണ്. സോ ഇതാണ് ഇവരുടെ ഒരു ഓവറോൾ ഇൻട്രഡക്ഷൻ. അടുത്തായിട്ട് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ലാമ്പ് ലൈറ്റിംഗ് ആണ്. സോ എല്ലാവരെയും ലാമ്പ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേക്ക് കട്ടിങ്ങിന് വേണ്ടി ജോണിയ ചേച്ചിനെ എൽസി ചേച്ചിയെ വെൽക്കം ചെയ്യും. ബിനു ചേട്ടൻ രണ്ടുപേർക്കും വൈൻ കൊടുത്തവർ. ബിനു ചേട്ടൻ പ്ലീസ്.
നാമം പുരുഷവാണമേ രാജ്യപട്ടണമേ തിരുമനസ്സും സ്വപ്നത്തിലെ കൊലവേ വീണ്ടുവാണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം സമാധാനം പരിശുദ്ധ